ആദ്യമായിട്ട് പണിയ സമുദായത്തിൽ നിന്നും ഒരു കാൻഡിഡേറ്റ് മത്സരിക്കുന്നുണ്ട്. ഇതിൽ ഈ പേരിന്റെ പ്രശ്നം തീർന്നില്ല അല്ലേ? തീർന്നില്ല മോനെ, തീർന്നില്ല. സാരല്ല, നമ്മള് കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്തു. ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള മനുഷ്യരാണ്. അപഹസിക്കാം, പരിഹസിക്കാം, പക്ഷെ ഈ മനുഷ്യനെ ഒരിക്കലും നിങ്ങൾക്ക് ജനഹൃദയങ്ങളിൽ നിന്നും മായ്ച്ചു കളയാൻ കഴിയില്ല. പറഞ്ഞു അല്ല, വിഷ്വൽ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നു. മസ്കറ്റ് ഹോട്ടലിൽ നടന്ന പരിപാടിക്ക് സത്യം പറഞ്ഞ എനിക്കിനി സമയമില്ല. ഇത് ആരാ ഈ വാർത്ത പറഞ്ഞു? ഞാൻ കണ്ടില്ല. എന്തൊക്കെ കോമഡികളുടെ നടക്കുന്ന ഇലക്ഷൻ ആയപ്പോൾ മൊത്തം കോമഡി തന്നെയാണ്. പ്രത്യേകിച്ച് BJP-ക്കാരാണ് കോമഡിയുടെ പീക്ക് ലെവലിൽ നിൽക്കുന്നത്. അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്താലും തൊട്ടാ പൊന്നെന്ന് പറയുന്ന തൊട്ടാ കോമഡിയാണ്. അമ്മാതിരി ലെവലിലാണ് കോമഡി കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ബാക്കി പാർട്ടികളൊന്നും വലിയ കുഴപ്പമില്ല കേട്ടോ. അല്ലെങ്കിൽ LDF UDF കയറി പോകുന്നതാണ് സാധാരണ. ഇപ്പോൾ BJP മാത്രമാണ് കയറി പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ കുറെ സെലിബ്രിറ്റീസ് എന്ന് പറഞ്ഞ് കുറെ എണ്ണത്തിനെ കൊണ്ട് ഇവന്മാർ ഇലക്ഷൻ നടത്തിയിട്ടുണ്ട്. അതാണ് അവന്മാർക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ അടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ വന്നതെല്ലാം വധൂരികൾ. അത് വധൂരികളെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അവർ ചെയ്യുന്നതെന്ന് അവർക്ക് പോലും അറിയത്തില്ല. ഈ സ്വയം വില കളഞ്ഞുകൊണ്ട് കുളിക്കുന്ന ഒരു പരിപാടിക്കില്ല. അമ്മാതിരി ലെവലിലാണ് കാര്യങ്ങൾ. ഇപ്പൊ മാരാറായാലും മറ്റേ ലക്ഷ്മി തന്നെ അഞ്ജലി ആയാലും എല്ലാം ഏതെടുത്താലും 916 എന്ന് പറയുന്നത് പോലെയാണ് അവസ്ഥ. നമ്മുടെ സുരേഷ് ഗോപി പാർട്ടിയിൽ വന്നതിന് ശേഷം മുഞ്ചു തിരിഞ്ഞ് കമ്പിത്തിരിയായത്. സിനിമയിലുണ്ടായപ്പോൾ അത്യാവശ്യം നല്ല നിലയും വിലയുണ്ടായിരുന്നു. പാർട്ടിയിൽ വന്നതോടെ തീർന്നു. ചാണകം എന്നുള്ള വിളിപ്പേരും കിട്ടി. അതോടെ അങ്ങേരെ പോയി തൊലഞ്ഞു. അങ്ങേരെ തനിക്കോണം നാട്ടുകാർ അറിയുകയും ചെയ്തു. അതുപോലത്തെ അവസ്ഥയാണ് ഇപ്പം മാറിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയാം. എന്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ BJP എന്ന് പറയുന്ന പാർട്ടിക്ക് എതിരാണ്. അതിന്റെ റീസൺ വേറെ ഒന്നുമില്ല. അങ്ങ് അവിടെ നോർത്തും ഈസ്റ്റും ഒക്കെ പോലെ നമ്മുടെ ഇവിടെയും കൂടി ആക്കി തരരുത് ദൈവത്തിട്ട്. ഇവിടെ ഇനിയിപ്പോൾ വർഗീയതയും അതും ഇത് ജാതിയും മതവും പറഞ്ഞ് വാരിയിട്ട് അടിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കി തരരുത്. ഇനി ആദ്യം ഞാനൊരു വീഡിയോ ക്ലിപ്പ് കൊടുക്കാം. വേടന്റെ വീഡിയോ ക്ലിപ്പാണ്. യവൻ ഓക്കെ നല്ലൊരു പാട്ടുകാരനാണ്. അവൻ്റെതായ രീതിയിൽ അവൻ പോകുന്നുണ്ട്. അവന്റെ പാട്ടിൽ അവൻ ജാതി എന്ന് പറയുന്ന സാധനം മിക്സ് ചെയ്ത് സംസാരിക്കാറുണ്ട്, പാടാറുണ്ട്. ഓക്കെ, അപ്പോഴത് പാട്ടല്ലേ എന്നുള്ള രീതിയിൽ ഞാൻ വിടാറുണ്ട്. ഒന്നും ഇല്ലായ്മയിൽ നിന്നും അവൻ കയറി വന്നതാണ്. അവന്റെ ആ ഒരു കഴിവ് കൊണ്ട് കയറി വന്നതാണ്. കഴിവുണ്ടെന്ന് വെച്ചിട്ട് കഴിവേറി ആകരുതെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇവൻ റീസൺലി ഏതോ ഒരുത്തന് വേണ്ടിയിട്ട് വോട്ട് ചോദിക്കുകയാണ്. വോട്ട് ചോദിക്കുന്ന സമയത്ത് ഇവൻ ഒരു ജാതി സാധനം ഇട്ട് അവിടെ പറയുന്നുണ്ട്. നമ്മുടെ ജാതി എന്ന് വന്നത് ആ ഒരു സാധനം എന്തിനാണോ ഈ ജാതിയും മതവും ഒക്കെ പറഞ്ഞിട്ട് പേര് പിടിക്കുന്നത്, ഈ വോട്ട് പിടിക്കുന്നത്? അത് വളരെ മോശമായിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ്. ഇതിനെ ഞാൻ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പെണ്ണുകേസ് അടക്കം വന്നപ്പോഴും പരസ്പര കൺസെന്റോടു കൂടിയാണെങ്കിൽ അത് അവന്റെ തെറ്റല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് സംസാരിച്ച് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി അതുപോലെ നിന്റെ പാട്ടിന്റെ സമയത്ത് ഇഷ്യൂസ് വന്ന സമയത്ത് എല്ലാം നിന്നെ സപ്പോർട്ട് ചെയ്തു. പക്ഷെ ഈ ഒരു വിഷയത്തിൽ എനിക്ക് നിന്നെ 1% പോലും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. നീ പറഞ്ഞാൽ കേട്ടു നോക്കുക. ആദ്യമായിട്ട് പണിയ സമുദായത്തിൽ നിന്നും ഒരു കാൻഡിഡേറ്റ് മത്സരിക്കുന്നുണ്ട്. കണ്ട, പണിയാർ സമുദായത്തിൽ നിന്നും ഒരു കാൻഡിഡേറ്റ് മത്സരിക്കുന്നുണ്ട്. ഇവൻ ജാതി പറഞ്ഞിട്ട് വോട്ട് പിടിക്കുകയാണ്. ആ ഒരു സാധനം വളരെ റോങ് ആണ്. ഇത് വെറും ഒരു ചീപ്പ് ക്വാളിറ്റി ഇല്ലാത്തൊരു തരം സംഭവത്തിലോട്ടാണ് ഇവൻ ഈ പോയിട്ടുള്ളത്. ജാതി സ്പിരിറ്റ്, നമ്മൾ താഴ്ന്ന ജാതി എന്നുള്ളതാണ്, അപ്പൊ നമ്മൾ വന്നു. ആ ഒരു സാധനം എന്തിനാണ്? മനുഷ്യനെ മനുഷ്യനായിട്ട് കാണുകടെ. നീ നിന്റെ പാട്ടിലൊക്കെ പറയാറുണ്ട്, എന്നാലും നിന്റെ പാട്ടിൽ എവിടെയൊക്കെ ജാതി മിക്സ് ചെയ്ത് സംസാരിക്കാറുണ്ട്. നിന്റെ പാട്ടിന്റെ സെൻസിൽ പോട്ടെ എന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. പക്ഷെ ഇങ്ങനെ വന്നിട്ട് വോട്ട് പിടിക്കേണ്ട അത്രയും ഗതികേടിലോട്ട് നീ പോയോ എന്ന് എനിക്ക് ചോദിക്കാനുള്ള വേടന്റെ അടുത്ത്. സീരിയസിൽ അത്ര ഗതികേടിലോട്ടാണ് നീ പോയിട്ടുള്ളത്. ഇങ്ങനെ വന്നിട്ട് ജാതി പേര് പറഞ്ഞിട്ട് ഒരു വോട്ട് പിടിക്കേണ്ട സിറ്റുവേഷൻ. ഓക്കെ, അതെനിക്ക് പറയണമെന്ന് തോന്നി. അടുത്ത് ഇനി വേറൊരു വീഡിയോ കൊടുക്കാം. നമ്മുടെ ശ്രീലേഖ IPS ഇല്ല, ഇവര് വട്ടിയൂർക്കാവ് കണ്ടാണ് മത്സരിക്കുന്ന സമയത്ത് ഇവര് മറ്റേ എന്തൊരു പ്രോഗ്രാം വെച്ച സമയത്ത് കേന്ദ്രത്തിൽ നിന്നൊക്കെ വന്നവന്മാര് ഇവരെ പേര് പറഞ്ഞില്ലെന്ന്, മറ്റേ അധ്യക്ഷ പ്രസംഗം അത് ഇതൊക്കെ പറയുന്ന സമയത്ത് ഇവരെ പേര് പറഞ്ഞില്ലെന്ന് വെച്ചിട്ട് ഇവര് അതിൽ നിന്ന് ഇറങ്ങിപ്പോയി. എങ്ങോട്ട് ഇറങ്ങിപ്പോയി? സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഇവരെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച പരിപാടിയിൽ ഇവരെ പേര് പറഞ്ഞില്ല. അത് ചെയ്ത പരിപാടിയാണ്. പിന്നെ അവരെ ബൂസ്റ്റപ്പ് ചെയ്യാൻ വെച്ചിട്ട് അവരെ പേര് പറഞ്ഞില്ലേ, മോശമല്ലേ? അങ്ങനെ ഇവരെന്ത് ചെയ്തു? പരിപാടിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. കണ്ടു നോക്കാം ന്യൂസ്. കേന്ദ്രമന്ത്രി S. ജയശങ്കർ പങ്കെടുത്ത തിരഞ്ഞെടുപ്പ് പരിപാടിയിൽ പേര് പരാമർശിക്കാത്തതിൽ പ്രകോപിതയായി വട്ടിയൂർക്കാവിലെ NDA സ്ഥാനാർത്ഥി R. ശ്രീലേഖ വേദിയിൽ നിറങ്ങിപ്പോയി. ജയശങ്കർ പരാമർശിച്ചത് രാജീവ് ചന്ദ്രശേഖറിന്റെ പേര് മാത്രമാണ്. പിന്നീട് നേതാക്കൾ അനുനയിപ്പിച്ച് തിരികെ എത്തിക്കുകയായിരുന്നു. വട്ടിയൂർക്കാവ് മണ്ഡലത്തിന് വേണ്ടി നടത്തിയ പരിപാടിയാണ്. അവിടെയാണ് വട്ടിയൂർക്കാവിലെ BJP സ്ഥാനാർത്ഥിയാണ് ശ്രീലേഖ. അവരുടെ പേര് ഈ പരിപാടിയിൽ പരാമർശിച്ചില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ശ്രീലേഖയ്ക്കായിട്ട് നടത്തിയ പരിപാടിയാണ്. അവിടെയാണ് S. ജയശങ്കർ പേര് പരാമർശിക്കാതിരുന്നത്. ഇതേ തുടർന്നാണ് ശ്രീലേഖ പ്രകോപിതയായത്. തുടർന്ന് അവര് പ്രതിഷേധിച്ച വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോകും. ശ്രീലേഖയ്ക്ക് വേണ്ടിയിട്ട് തുടങ്ങിയ പരിപാടിയിൽ ശ്രീലേഖയുടെ പേര് പറഞ്ഞില്ല. പിന്നെ ഇനി ആര് പേര് പറയും? അതോടെ അവർക്ക് കുരുപൊട്ടി. അവര് പ്രതിഷേധമായിട്ട് ഇറങ്ങിയെങ്കിൽ പോയി. എന്റെ പേര് പറഞ്ഞില്ല, അങ്ങനെയാണെങ്കിൽ പരിപാടിയെ വേണ്ട എന്ന് പറഞ്ഞു. എന്നിട്ട് ഇറങ്ങിപ്പോയതിനു ശേഷം ഇവരെന്നെ കിടന്ന് ന്യായീകരിച്ച് മെഴുകുന്നുണ്ട്. അതിനേക്കാളും കോമഡി, മൊത്തം കോമഡിയാണ്. ചിരിക്കാനുള്ള വകുപ്പേ ഉള്ളൂ. ഇപ്പൊ സത്യം പറഞ്ഞ ഇലക്ഷൻ ടൈം ആയപ്പോൾ യുവമാരുടെ വീഡിയോകളും കാര്യങ്ങളും കാണുമ്പോൾ നമുക്ക് ചിരിക്കാനുള്ള വകുപ്പ് മാത്രമേ അതിൻ്റെ അകത്തുള്ളൂ.
പ്രത്യേകിച്ച് ഈ BJP-കാരന്മാരുടെ ഈ ഒരു 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 സെലിബ്രിറ്റി സ്റ്റാറ്റസിലുള്ള കുറെ എണ്ണത്തിനെ വിളിച്ചുകൊണ്ട് നിർത്തി എല്ലാം കോമഡി പീസുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ കുറെ എണ്ണം പറയുന്നതായിട്ട് അത് BJP മാത്രമല്ല കേട്ടോ, വേറെ ഏതൊക്കെയോ പാർട്ടിക്കാരന്മാരെ പറയുന്നതായിട്ട് മമ്മൂട്ടിയെ കൊണ്ടുവരാം, മോഹൻലാലിനെ കൊണ്ടുവരാം, പിന്നെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ പറയുന്നുണ്ട് ഞാൻ മോദിയെ കൊണ്ടുവരാമെന്ന്. ഇവരെയൊക്കെ കൊണ്ടുവന്നിട്ട് എന്തിനാണ്? എടാ, നാട്ടുകാർക്ക് വേണ്ടിയിട്ട് നല്ല കാര്യമെല്ലാം ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യും. 10 നല്ല കാര്യം ചെയ്ത് കാണിക്കും. അങ്ങനെ ചെയ്ത് കാണിക്കുക, അല്ലെങ്കിൽ അങ്ങനെ വാഗ്ദാനങ്ങൾ കൊടുക്കുക. വാഗ്ദാനങ്ങൾ കൊടുത്താൽ നീ ചെയ്യത്തില്ല. അല്ലാണ്ട് ഈ പറയുന്ന പോലെ മോദിയെ കൊണ്ടുവരും, മമ്മൂട്ടിയെ കൊണ്ടുവരും, മോഹൻലാലിനെ കൊണ്ടുവരും എന്ന് പറയുന്നത് ഇവിടെ നാട്ടുകാർക്ക് തന്നെ അവരുടെ മറ്റേ കഞ്ഞിച്ചട്ടിയിൽ അരിയാവും. ഇല്ലല്ലോ. ഇവിടെ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞും കൊണ്ട് വാഗ്ദാനങ്ങൾ കൊടുക്കുക, അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും സംസാരിക്കും. ഇത് ഓരോ വിവരദോഷികളെ എന്ത് പറയാനെന്ന് വെച്ചാൽ ഞാൻ മമ്മൂട്ടിയെ കൊണ്ടുവരാം, മോഹൻലാലിനെ കൊണ്ടുവരാം, മോദിയെ കൊണ്ടുവരാമെന്ന്. ഇത്രയും വിവരമില്ലാത്ത കുറെ എണ്ണമാണല്ലോ ഇലക്ഷനൊക്കെ കയറി നിൽക്കുന്നതെന്നാണ് ഞാൻ ആലോചിച്ചത്. ഇവന്മാരൊക്കെ ജയിച്ചിട്ട് വേണം നാട് ഭരിക്കുക. അടിപൊളി, ഒന്നും പറയാനില്ല. ഇങ്ങനെ കുറെ വിവരദോഷികളും വിവരക്കേടിന്റെ പീക്ക് ലെവലിൽ നിൽക്കുന്ന കുറെ എണ്ണ. ഇതൊക്കെ എങ്ങനെ തെരഞ്ഞു പിടിച്ചെടുക്കുന്നെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇനി നമ്മുടെ ശ്രീലേഖ IPSലോട്ട് വരാം. ഇവര് സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോയി അവരെ പേരും പറഞ്ഞില്ലെന്നത് ഞാൻ ജയിച്ച വന്ന് കിടന്ന് ന്യായീകരിക്കുന്നത് കാണാം. അല്ല, ദൃശ്യങ്ങളടക്കം പുറത്തു വന്നു മസ്കറ്റ് ഹോട്ടലിൽ നടന്ന പരിപാടിക്ക്. സത്യം പറഞ്ഞ എനിക്കിന് സമയമില്ല. ഇത് ആരാ ഈ വാർത്ത പറഞ്ഞു? ഞാൻ കണ്ടില്ല ഒന്നും. നടന്ന സംഭവമല്ലേ? അങ്ങനെ ഒരു അതിർത്തി ഉണ്ടായോ? അങ്ങനെ ഉണ്ടായോ? എനിക്കറിയില്ല. രാജീവ് ചന്ദ്രശേഖർ നോക്കുമ്പോൾ താങ്കൾ അവിടെ ഇല്ല, സ്റ്റേജിലില്ല, പോയോ എന്ന് ചോദിക്കുന്നുണ്ട് രാജീവ് ചന്ദ്രശേഖർ. ദൃശ്യങ്ങളടക്കം വന്നിട്ടുണ്ട്. ഞാൻ പോയില്ലല്ലോ, ഞാൻ വന്നില്ലേ. പോയ ശേഷം വീണ്ടും കയറി വരുന്ന ഞാൻ എവിടെ പോയി? സ്റ്റേജിൽ നിന്ന് ഇറങ്ങി പോയ ശേഷം ഇല്ല. പച്ചവെള്ളം ചവച്ചു പിടിക്കുന്ന പിഞ്ചു കുഞ്ഞ്. അയ്യോ, ഒന്നും പറയില്ല. ഞാൻ പോയോ? ഞാൻ പോയില്ലല്ലോ, വന്നല്ലോ. ഞാൻ പോയായിരുന്നാ? ഞാൻ വന്നല്ലോ പോയിട്ട്. ഈ ഒരു സെറ്റപ്പ് ഒന്നേ നിങ്ങൾ കള്ളം പറയാൻ പഠിക്കും, അല്ലെങ്കിൽ എനിക്ക് അറിഞ്ഞൂടത്തെ എന്തെങ്കിലും പറഞ്ഞ് ഒഴിയാൻ നോക്ക്. പ്രത്യേകിച്ച് ഇലക്ഷനൊക്കെ നിൽക്കുമ്പോൾ അത്യാവശ്യം കള്ളം പറയാനും അത്യാവശ്യം ഉരുണ്ട് കളിക്കാനും കഴിവുള്ളവരൊക്കെ നിൽക്കണം. അല്ലെങ്കിൽ ഇതുപോലെ ചോദ്യങ്ങളുടെ മുന്നിൽ പെട്ടുപോകുന്നേ. ഉരുണ്ട് കളിക്കാനും അറിഞ്ഞൂടാ, കള്ളം പറയാനും അറിഞ്ഞൂടാ. അതുകൊണ്ട് നിങ്ങളെ പോലുള്ളവർ വീട്ടിൽ ഇരിക്കുന്നതായിരിക്കും കുറച്ച് ബെറ്റർ. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ടിയിലോട്ടൊന്ന് പോയി ജോയിൻ ചെയ്യട്ടെ. ഇവിടെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഏറിപ്പോകുന്നത്. ഏത് BJP-കാരന്മാരാണ് ഏറ്റവും കൂടുതൽ ഏറിപ്പോകുന്നത്. അതുകൊണ്ട് BJP-കാരന്മാർക്ക് നല്ല പോലെ ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരുന്നുണ്ട്. പിന്നെ നാട്ടുകാർ ആ രീതിയിലേ കാണത്തുള്ളൂ, സ്വാഭാവികം. എന്തുവാ കിടന്ന് ഉരുണ്ട് മറിഞ്ഞ് പാവത്തിന് കള്ളം പറയാൻ അറിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു വിഷയമാണ്. എന്തെങ്കിലും ഒരു വ്യക്തത കുറവുണ്ടായിരുന്നു? അയ്യോ, ഇത് എന്താ നിങ്ങൾ ഈ പറയുന്നത്? എന്റെ പുറകെ ഇങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇലക്ഷന് മുമ്പ് എന്നെ ഉപദ്രവിക്കാൻ എന്തെങ്കിലും കിട്ടുമോ നോക്കി വിവാദം ഉണ്ടാക്കുകയാണ്. അതെ, അവര് വിവാദം ഉണ്ടാക്കുകയാണ്. അപ്പൊ ചേച്ചി കാണിച്ചതെല്ലാം ശരി അല്ലേ? സന്തോഷം, അത് മതി. അവര് വിവാദം ഉണ്ടാക്കാനല്ലേ നടക്കുന്നത്. പക്ഷെ ചേച്ചി 100 ഡേ 1 ആണെന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് മനസ്സിലായി. അതെ, അവര് വിവാദം ഉണ്ടാക്കാൻ വേണ്ടിട്ട് നടക്കുക. നല്ലതാ. ഹാഡി ഓണി സ്മാഷ്. ഞങ്ങള് ഞാൻ എന്റെ കാല് നല്ല പരിക്ക് പറ്റിയിരിക്കുക. ഇല്ല, ഇതെന്താ സംഭവിച്ച? ഞാൻ എന്റെ ഒരു സഹപ്രവർത്തകൻ, എന്റെ സഹോദരനുമായിട്ട് BJP-യിലുള്ള എന്റെ സഹോദരൻ ഞാൻ കരുതുന്ന സോമൻജിയുമായിട്ട് ഒരു കാര്യം സംസാരിക്കാൻ ഹോളിന്റെ പുറത്തിറങ്ങി. അതിപ്പോ നിങ്ങൾ എന്തിനാ ഇത്ര വിവാദമാക്കുന്നേ? അതെ, ഞാൻ സോമണ്ണനായിട്ട് സംസാരിക്കിറങ്ങിയതാണ്. നിങ്ങൾ എന്തിനാണ് സോമണ്ണന്റെ അടുത്ത് ഞാൻ സംസാരിക്കിറങ്ങിയത് വിവാദമാക്കുന്നത്? ഞാൻ പോയിട്ടൊന്നുമില്ല. ഇപ്പൊ കണ്ടോണ്ടിരുന്നവരെല്ലാം പൊട്ടന്മാർ. അത് പൊട്ട്. ചേച്ചി പറഞ്ഞത് തന്നെയാണ് ഇപ്പൊ കറക്റ്റ്. ഇനി അതിൽ വേറെ അപ്പീലൊന്നുമില്ല. എന്തായാലും ഒന്നി കള്ളം പറയാൻ അറിയാന്നുള്ളവനെ പിടിച്ച് ചേർത്തണം കേട്ടോ പാർട്ടിയിൽ. അല്ലെങ്കിൽ ഇതുപോലെ മുഞ്ചിത്തിരിഞ്ഞ് കമ്പിത്തിരിപ്പോ വെള്ളം കുടിക്കേണ്ട അവസ്ഥ വരും. അതുപോലെ തേങ്ങയൊക്കെ എടുത്തോണ്ട് പോണുണ്ട്. എന്താ ദൈവത്തിനറിയാം. മൊത്തം കോമഡികളാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ പറയുന്ന പാർട്ടി ബേസിൽ നടക്കുന്ന കാര്യങ്ങൾ. കണ്ടാ ചിരിക്കാനുള്ള വകുപ്പ് മാത്രമേ ഇവിടെ ഉള്ളൂ. അടുത്ത് ഇനി വേറൊരു മൊട്ടം കോമഡി. നമ്മൾ ഒരു പാർട്ടി മാത്രം ഫോക്കസ് ചെയ്യുന്നു എന്ന് പറയണ്ട. നമ്മുടെ ശിവൻകുട്ടി അണ്ണൻ, അയ്യോ, വിദ്യാഭ്യാസ മന്ത്രി. ഈ വിദ്യാഭ്യാസം ഇല്ലാത്തവരെയാണോ എടുക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനത്തെന്ന് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട് കേട്ടോ. ഞാൻ അതുകൊണ്ട് ചോദിച്ചാലും നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കണ്ട. ചോദ്യം ഇങ്ങോട്ടെങ്കിൽ അങ്ങേര് തെക്കോട്ട്. ഇതാണ് അവസ്ഥ. എന്തായാലും ഇന്റർനാഷണൽ ന്യൂസുകാർ വന്നിട്ട് അണ്ണന്റെ അടുത്തൊരു ബൈറ്റ് എടുത്തായിരുന്നു. അപ്പൊ ചോദ്യം കേൾക്കാം. Very special guest, the Kerala Education Minister and Senior Left Leader, Mr. Shivankutti. Thank you so much for joining us on the Yatra, sir. I saw you campaigning. It's a very hectic campaign. 2 terms the LDF has been in power. What do you think the election is about? What are the key issues this election for the people? What is the left going with in the election? അതായത് ചേച്ചി ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന ഇഷ്യൂസ്, ക്യാമ്പയിനിങ്, അതിനെയൊക്കെ പറ്റിയിട്ടാണ് ചോദിച്ചത്. പക്ഷെ നമ്മുടെ അണ്ണൻ വേറെ ലെവല്. അണ്ണൻ കൊടുത്ത ഉത്തരം എനിക്ക് തോന്നുന്നതല്ല, അതാണ് അതിന്റെ സത്യം. ഇവരെന്ത് ചോദിച്ചാലും ഞാൻ വീട്ടിൽ നിന്ന് പഠിച്ചുകൊണ്ടൊന്ന് ഉത്തരവേ പറയത്തുള്ളൂ. ഈ ഒരു സെറ്റപ്പിലാണ് നിൽക്കുന്നത്. ഇതൊക്കെയാണ് മൊട്ട കോമഡികൾ. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. വിദ്യാഭ്യാസം ഇല്ലാത്തവരെയാണോ വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനത്തോട്ട് എടുക്കുന്നതെന്നൊരു ചോദ്യം തോന്നിയതുകൊണ്ട് ചോദിച്ചതാണ്. എന്തായാലും അണ്ണന്റെ ഉത്തരം കേൾക്കാം. രണ്ടാമത്തെ പിണറായി ഗവൺമെന്റാണ്. 2016 ഒന്നാം പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. ആ 5 വർഷക്കാലം ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. കോവിഡ്, അതുപോലെ പ്രകൃതി ദുരന്തങ്ങൾ, അങ്ങനെയൊക്കെ നിരവധി പ്രശ്നങ്ങളുണ്ടായിരുന്നു.
ആ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹാരം കണ്ടുകൊണ്ടാണ് രണ്ടാമത് വീണ്ടും 5 വർഷക്കാലം പൂർത്തി. അണ്ണാ ചോദ്യം വടക്കോട്ട്, നിങ്ങൾ തെക്കോട്ട് പോയല്ലേ? കുഴപ്പമില്ല, ഞാൻ ഇത്രയൊക്കെ പ്രതീക്ഷിക്കുന്നുള്ളൂ. വലിയ ചിരിയൊന്നും വരുന്നില്ല. നമ്മൾ ഇത്ര പ്രതീക്ഷിച്ചാൽ മതി, കൂടുതലൊന്നും എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇത്രയേ ഉള്ളൂ. അണ്ണ ഇങ്ങനെയാണ്, എന്നാ വേറെ ലെവലാണ്. ഇനി നമ്മുടെ അഞ്ജലി ചേച്ചിയിലോട്ട് വരാം. എന്റെ പൊന്നു ചേച്ചി, നിങ്ങളെ കുറിച്ചിട്ട് എനിക്ക് ഒരു നിലയും വിലയും ഉണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആക്ട്രസ് എന്നുള്ളൊരു രീതിയിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം നിങ്ങൾ കാണിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ തികച്ചും നിങ്ങളെ ചെളിവാരി അടിക്കാൻ തോന്നും. അയ്യോ വർഗീയത വർഗീയത, എൻ്റെ പേര് നായർ പേര് ഇതിൽ കൂടി ചേർത്തില്ല, ജാതി മതം. ഇപ്പോഴും ജാതിയുടെ പേര് പറഞ്ഞു മതത്തിന്റെ പേരും പറഞ്ഞ് വോട്ട് പിടിക്കാൻ ശ്രമിക്കുന്നില്ലേ? നിങ്ങളൊക്കെയാണ് ദ റിയൽ വർഗീയവാദികൾ. അങ്ങനെ ഞാൻ പറയത്തുള്ളൂ. ഇവിടെ അഞ്ജലി നായർ എന്ന് പറയുന്ന ഇവരുടെ പേര്, അഞ്ജലി നായർ ബാലറ്റ് മറ്റേ പെട്ടിയിൽ ഇല്ല. ഏത് മറ്റേ കുത്തേണ്ട സ്ഥലത്ത് അഞ്ജലി നായർ എന്നല്ല, അഞ്ജലി BP എന്ന വേറെ എന്തോ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതങ്ങോട്ട് ചേച്ചിക്ക് പിടിച്ചില്ല. കാരണം അഞ്ജലി നായർ എന്ന് കൊടുത്തു കഴിഞ്ഞാല് പേര് വന്നിട്ട് മതം ജാതി നോക്കി കുത്തത്തുള്ളൂ ആൾക്കാർ. ഏത് ജാതി സ്പിരിറ്റുള്ള കുറെ നാറുകള്. ഇത് ജാതി സ്പിരിറ്റ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറെ ആൾക്കാർക്ക് ഉണ്ട്. അത് സത്യം പറഞ്ഞാൽ മാറേണ്ട സമയം കഴിഞ്ഞു. പിന്നെ ഇവരെ പോലുള്ളവര് യൂട്ടിലൈസ് ചെയ്യാനായിട്ടും ഈ ജാതി വാല എടുത്ത് ഇടാറുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ജാതി പേര് വയ്ക്കുന്ന ഒരാൾക്കാരുടെ പേര് പോലും ഗസറ്റിൽ സെറ്റ് ആവരുത്. അതാണ് ചെയ്യേണ്ടത്. അഞ്ജലി നായർ അതിന്റെ വേണ്ട, അഞ്ജലി എന്ന അഞ്ജലി BB എന്നൊക്കെ ഇട്ട് കൊടുക്കുക. അല്ലാണ്ട് ജാതി പേര് അതെന്തിനാണ്? ജാതി പറഞ്ഞ് പിടിക്കുന്ന ഒരു സംഭവം. എന്തായാലും തുടങ്ങാൻ വേറെ ഒന്നുമല്ല. എനിക്ക് സത്യം പറഞ്ഞാൽ നിങ്ങളുടെ അടുത്തൊക്കെ പുച്ഛമാണ് തോന്നുന്നത്. സീരിയസ്ലി അങ്ങ് കിടക്കുക ജാതിയും മതമൊക്കെ പറഞ്ഞുകൊണ്ട്. 10 വർഷത്തിലേറെ ആയിട്ട് എന്നെ അഞ്ജലി നായർ എന്നാണ് അറിയപ്പെടുന്നത്. അഞ്ജലി PV എന്ന നമ്മുടെ സ്കൂൾ റെക്കോർഡ്സിൽ ഉണ്ടായിരുന്ന പേര് സിനിമയിൽ വന്നപ്പോൾ അഞ്ജലി എന്ന് മാത്രമായി. അപ്പോൾ മറ്റൊരു അഞ്ജലി ഉള്ളതുകൊണ്ട് ഭാഗ്യാഞ്ജലി എന്നുള്ള പേരിൽ തമിഴ് സിനിമകളിൽ നായികയായി. കാരണം അവിടെ ഒരു അഞ്ജലി ഉള്ളതുകൊണ്ട്. തിരിച്ച് ഞാൻ മലയാള സിനിമ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഭാഗ്യാഞ്ജലി എന്നുള്ള പേരിൽ എന്നെ ഒരിക്കലും മലയാളികൾ അറിയപ്പെടരുതെന്ന് കരുതി വീണ്ടും ഞാനത് അഞ്ജലിയാക്കി. അപ്പോൾ ഉള്ള സിനിമാ പ്രവർത്തകർ പറഞ്ഞതാണ് ഉറപ്പായിട്ടും നമുക്ക് അഞ്ജലിയുടെ കൂടെ ഒരു എക്സ്ട്രാ ഒരു ടെയിലും കൂടെ വേണ്ടി വരും എന്ന് പറഞ്ഞ സമയത്താണ് എന്റെ അച്ഛന്റെ പേര് ഗിരിധരൻ നായർ എന്ന ആയതുകൊണ്ട് എത്രയോ വർഷങ്ങളായിട്ട് എന്നെ അഞ്ജലി നായർ എന്നാണ് അറിയപ്പെടുന്നത്. യൂട്യൂബിലോ മറ്റെവിടെ സെർച്ച് ചെയ്താലും നമുക്കത് കിട്ടും. എന്റെ പൊന്നേച്ചി എനിക്ക് പോ അഞ്ജലി PV എന്നിട്ട് ജയിക്കില്ല. അച്ഛന്റെ അമ്മയുടെ പേരിന്റെ ആദ്യത്തെ അക്ഷരം എടുത്തിട്ട് അങ്ങനെ എല്ലാം ചെയ്തൂടെ? അല്ലാണ്ട് അഞ്ജലി നായർ എന്റെ അച്ഛന്റെ പേര് ഇന്നത് കൊണ്ട് നായർ ആയതുകൊണ്ട് എന്റെ പേരിൽ നായർ കയറ്റി. എന്തുവാ ഇത്? തള്ളി മറിക്കണം ഇങ്ങോട്ട്. കഷ്ടം. യൂട്യൂബിൽ സെർച്ച് ചെയ്യണ എന്റെ പേര് സെർച്ച് ചെയ്യണത് എന്റെ ഒറിജിനൽ ഗസറ്റിലെ പേര് വെച്ചിട്ടല്ല. അതുൽ വ്ലോഗ്സ് എന്ന് സെർച്ച് ചെയ്യുമ്പോഴാണ് എന്റെ പേര് വന്നത്. അല്ലാതെ എന്റെ ഗസറ്റിലുള്ള പേര് അടിച്ചു കഴിഞ്ഞാൽ വരത്തില്ല. അതെന്താ, ഞാൻ സോഷ്യൽ മീഡിയക്ക് കൊടുത്തിട്ടുള്ള പേര് അങ്ങനെയാണ്, അതുൽ വ്ലോഗ്സ് എന്ന് പറഞ്ഞിട്ട്. എന്റെ പൊന്നി അയച്ചു ഒന്ന് തള്ളാതെ അയച്ചു പോവോ? ഇതൊക്കെ എങ്ങനെയാടാ സാധിക്കുന്നു? ജാതി മതം സ്പിരിറ്റ് പിടിച്ച് കിടക്കുക ഓപ്പ്. എന്തായാലും ചേച്ചിക്ക് മറ്റേ വോട്ടെണ്ണ സമയത്ത് കുത്താൻ പോകുമ്പോ ചേച്ചിയുടെ അഞ്ജലി നായർ എന്നുള്ള വാല് വെട്ടി മറ്റേ PV ആക്കിയ സ്ഥിതിക്ക് ചേച്ചിക്ക് ഭയങ്കര വിഷമം. ചേച്ചി അതിനുശേഷം കണ്ണൻ തിരുവുകൾ കാണിച്ചുകൊണ്ട് കിടക്കണം, പിരിവെട്ടി കിടക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. നമുക്ക് കാണാം പിരിവെട്ടി കിടക്കുന്നത്. പേരിന്റെ പ്രശ്നം തീർന്നില്ല. മോനെ തീർന്നില്ല. സാരല്ല, നമ്മള് കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്തു. അത് അതിന്റെ വഴിക്ക് നടക്കട്ടെ. നമുക്ക് 2-3 ദിവസമേ ഉള്ളൂ. ചേട്ടാ വോട്ട് ഒക്കെ ചിഹ്നമാണ് കേട്ടോ. എന്തൊക്കെ കണ്ണീര് തുടച്ചിട്ട് നില്ല അഞ്ജലി. ഇത് എന്തുവാ കിടന്ന് ഓടുന്നത്? വോട്ടിന് 2ാം ദിവസത്തെ ഉള്ളു ചേട്ടാ. ചക്കച്ചിഹ്നാണ് കേട്ടോ. ഈ പോകുന്നതായിരിക്കും. ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ കാണൂല ഇതിനെയൊന്നും. എന്തായാലും വോട്ട്. ഇനി അടുത്തൊരു ഗോപാലണ്ണ വന്നിട്ടുണ്ട്. എന്റെ പൊന്നടാവ്, ഇതൊക്കെയാണ് വർഗീയത തുപ്പി നിറയ്ക്കുന്ന തീട്ടങ്ങൾ. ഉള്ള കാര്യം പറയാമല്ലോ. ഇതുകൊണ്ടാണ് ഇവിടെ കേരളത്തിൽ BJP വരണ്ട എന്ന് പറയുന്നത്. വന്നു കഴിഞ്ഞാൽ മറ്റേ നോർത്ത് പോലെ ഇരിക്കും ഇവിടെ. അതേ അവസ്ഥ തന്നെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഒറ്റ മനുഷ്യനെ കണ്ണെടുത്താൽ കണ്ടുകൂടാത്തത്, സപ്പോർട്ട് ചെയ്യാത്തത്. കാരണം ഇവന്മാര് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാതി, ഈ ഒരു സാധനം, മതം, ഹിന്ദു, ഈ ഒരു സാധനം പറഞ്ഞിട്ടായിരിക്കും ഇവന്മാരൊരു ഒരു ട്രാക്ക് പോകുന്നത്. അതൊരിക്കലും യോജിക്കാൻ പറ്റിയ ഒരു കാര്യമില്ല. എന്തായാലും അണ്ണം പറ. നമസ്കാരം. ഞാന് ഏങ്ങണ്ടിയൂർ എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ഒരു പക്ഷേ ചുറ്റും വെള്ളം, കായല്, മനോഹരമായ തീരം ഇവിടെയെല്ലാം ഉണ്ട്. പക്ഷെ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി, ഞാൻ വന്ന വഴിയുടെ പേര് ഞാൻ ശ്രദ്ധിച്ചു. ആ വന്ന വഴിയുടെ പേര് ടിപ്പു സുൽത്താൻ വഴി എന്നാണ്. വാസ്തവത്തിൽ എത്രയോ മഹാന്മാരുടെ നാടാണ് ഈ ഏങ്ങണ്ടിയൂര്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചരിത്ര രചനയിൽ ഭാരത പാരമ്പര്യവും ഭാരതീയ സംസ്കാരവും ഭാരതത്തിന്റെ പൈതൃകവും എല്ലാം എഴുതിയിട്ടുള്ള വേലായുധൻ പണിക്കശ്ശേരിയുടെ വീട്, തറവാട്, ആ തറവാട്ടിലേക്ക് വരുന്ന ആ വഴിയുടെ പേര് ടിപ്പു സുൽത്താൻ റോഡെന്നാണ്. ടിപ്പു സുൽത്താനും ഈ നാടും തമ്മിൽ എന്ത് ബന്ധം? ഒരു ബന്ധവുമില്ല. ടിപ്പു സുൽത്താൻ ഈ നാട്ടിൽ ആക്രമിച്ചു വന്നയാളാണ്. ആക്രമിച്ചു വന്നു മാത്രമല്ല, ക്ഷേത്രങ്ങൾ തകർത്തു, ഹിന്ദുക്കളെ കൊന്നൊടുക്കി, എത്ര കൊലപാതകങ്ങൾ ചെയ്തു. ഈ ഗുരുവായൂർ മണ്ഡലത്തിലടക്കം അദ്ദേഹം ആക്രമിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ പേരിലാണ്
റോഡ്, എന്തുകൊണ്ട് വേലായുധൻ പണിക്കശ്ശേരി എന്ന് പറയുന്ന ഭാരതത്തിന്റെ, കേരളത്തിന്റെ, ഈ നാടിന്റെ ഒക്കെ ചരിത്രം രചിച്ച ആ മാന്യ അദ്ദേഹത്തിന്റെ പേര് എന്തുകൊണ്ട് ആ റോഡിന് ഇടുന്നില്ല? എന്താണ് നമുക്ക് സംഭവിക്കുന്നത്? ഇത് മാറണ്ടേ? ഇത് മാറുക തന്നെ ചെയ്യണം. ടിപ്പു സുൽത്താനെ നമുക്ക് ആവശ്യമില്ല. നമുക്ക് വേലായുധൻ പണിക്കശ്ശേരിയെ പോലെ ഏങ്ങണ്ടിയൂരിന്റെ മഹത്വം വളർത്തുന്ന ആളുകളെയാണ്, അവരുടെ പേരാണ് ഓർമ്മയിൽ നിലനിൽക്കുന്നത്. ഒരു കാര്യം ചെയ്യാം, അണ്ണന്റെ പേര് തന്നെ അങ്ങ് ഇട്. സെറ്റ് പേരായിരിക്കും ഗോപാലണ്ണൻ റോഡ്. ആ ഒരു സെറ്റപ്പിൽ തന്നെ അങ്ങ് ഇട്. പുനരാവേ, ഇതൊക്കെ എന്ത് മനുഷ്യന്മാരാണ്. ആൾക്കാർക്ക് വല്ല ദുരന്തങ്ങളും ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കാൻ നോക്ക്. ടിപ്പു സുൽത്താൻ റോഡ് മാറ്റിയിട്ട് ഞാൻ വേലായുധണ്ണന്റെ റോഡ് ഇടാൻ പോണെന്ന് ആൾക്കാരൊന്നും കൊന്നടിക്കുക ടിപ്പു സുൽത്താന്റെ പേരാണ്. അങ്ങേരും ചത്ത് ഉള്ള കാര്യം പറയാം. ഞാൻ റോഡിന് എന്തെങ്കിലും പേര് കിടക്കട്ട്. ഇതൊക്കെ ഏത് യൂണിവേഴ്സിറ്റി? ഞാൻ അതാണ് ആലോചിക്കുന്നത്. ഇനി അടുത്ത കോമഡി താരം രംഗത്ത് വരെയാണ് നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള അഖിൽ മാരാർ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. അഖിൽ മാരാറല്ല കൂട്ടം ഉണ്ടാക്കുന്ന, അഖിൽമാർ നിൽക്കുന്നിടത്താണ് കൂട്ടം ഉണ്ടാവണേന്ന്. ഫൂഫി എന്തെന്നെ പറയേണ്ടി വരും. ഒറ്റ മനുഷ്യയില്ല റോട്ടിൽ. അഖിൽ മാരാർ നിൽക്കുന്നിടത്താണ് കൂട്ടമെന്ന്. ഞാൻ ഉണ്ടാക്കണല്ലോ കൂട്ടമെന്ന്. ബാ, മാറ്റം വേണം, NDA വരണം. നമ്മുടെ സ്ഥാനാർത്ഥി അഖിൽ മാരാർ, നമ്മുടെ ചിഹ്നം ചക്ര. എടാ, ഒരു മനുഷ്യനില്ലടാ റോട്ടിൽ. ഒരു മനുഷ്യനെ കാണിച്ചു തരാത്തത് ഒരാൾ പോലും ഇല്ല. വീഡിയോ എടുത്തോണ്ട് അമ്മച്ചി മാത്രം നിൽക്കുന്നു. ആൾക്കാർ ഇവൻ വരുന്നുണ്ടെന്ന് കണ്ടപ്പോ തന്നെ അപ്പൊ തന്നെ കയറി ഡോറടച്ചെന്നാണ് തോന്നുന്നത്. ഞാൻ ഇവിടെ ചിലപ്പോൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് ഇതുപോലെ ഓരോ എല്ലാ പാർട്ടിക്കാരന്മാരുള്ളമാർ ഇതുപോലെ ഇങ്ങനെ പോണതാണ്. ഒറ്റ ഒരുത്തനെ തിരിഞ്ഞു. സീരിയസ്ലി എന്തിന്? കാരണം ഈ പോകുന്ന തന്നെ ഇവനൊക്കെ ജയിച്ച നാളെ ഇല്ല. ഒരുത്തൻ പോലും നമ്മളടുത്ത് വരില്ല. നമ്മളൊരു ആവശ്യമായിട്ട് പോയാൽ പോലും ഒരുത്തനെ തിരിഞ്ഞു പോലും നോക്കത്തില്ല. നമുക്ക് തിന്നണമെങ്കിൽ നമ്മൾ എന്നെ ഉണ്ടാക്കണം. അത് തന്നെയാണ്, അതിലൊരു മാറ്റവും ഇല്ല. അവിടെ ഞാൻ ഒരു പാർട്ടിക്കാരന്മാരെ സപ്പോർട്ട് ചെയ്തില്ല. പിന്നെ വോട്ടിടാൻ പോകുമ്പോൾ അപ്പോഴേ കാണുന്ന അതിനെങ്കിലും കടിച്ചിട്ട് വരും. എനിക്ക് തോന്നുന്നു ആരെങ്കിലും ഒക്കെ വന്ന് എൻ്റെ അടുത്ത് എന്തെങ്കിലും ആ വോട്ടിടുകൂടെ എന്ന് ചോദിച്ചാൽ ആ പാർട്ടിക്ക് കിട്ടുള്ളൂ. ഇനി അല്ലെങ്കിൽ ഉള്ളതിൽ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറഞ്ഞ ആരെങ്കിലും ഉള്ളതിൽ മനുഷ്യപ്പറ്റുള്ള അവനെങ്കിൽ തന്നെ അവനങ്ങ് വോട്ടിട്ട് കൊടുക്കും. അല്ലാണ്ട് എനിക്കിതിലൊന്നും ഒരു താല്പര്യമില്ല. ചീഞ്ഞളിഞ്ഞ പരിപാടികളാണ്. ഇനി സുരേഷ് ഗോപിയായിട്ട് നിന്നും കൊണ്ട് നല്ല ആളെ പിടിച്ച് എറിയിട്ടാണ് മാരാർ അടുത്ത പ്രകടനം കാണാം. റിപ്പോർട്ടർ ചാനലിനൊക്കെ വെല്ലുവിളിക്കുന്നുണ്ട്. രണ്ട് കോമഡി പീസുകൾ ഒരു ഫ്രെയിമിൽ. എന്തു പറയാൻ. ഇലക്ഷൻ ആകുമ്പോൾ കോമഡികളുടെ ഒരു പൂന്ത വിളയാട്ടം തന്നെയാണ്. അത് ഒരിക്കലും നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നൊരു കാര്യമില്ല. ഇലക്ഷൻ ആകുമ്പോൾ കുറേ എണ്ണം ഇതുപോലെ കുറ്റിയും പറിച്ചോണ്ട് ഇറങ്ങിക്കോളും. ഞാൻ എന്ത് പറയാൻ. എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം. കൂടുതലൊന്നും എനിക്ക് ചോദിക്കാനല്ലോ. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.